ഏജന്റിന്റെ ചതിയിൽപ്പെട്ട് സൗദിയിൽ കുടുങ്ങിയ മലയാളി ഉംറ തീർത്ഥാടകരിൽ ഭൂരിഭാഗം നാട്ടിലേക്ക് മടങ്ങി. ഉംറ സർവീസ് ഏജൻസി ഉടമ അഷ്റഫ് സഖാഫി പുതിയ ഉംറ ബാച്ച് സംഘടിപ്പിക്കുന്ന തിരക്കിലാണ്. ഈ മാസം തന്നെ പുതിയ 2 ബാച്ചുകൾ സംഘടിപ്പിക്കുമെന്ന് ഇയാളുടെ വോയിസ് മെസ്സേജ് പുറത്തുവന്നു. കൃത്യമായി താമസവും ഭക്ഷണവും ഇല്ലാതെ മദീനയിലും ദമാമിലുമായി ഉംറ തീർത്ഥാടകർ കഷ്ടപ്പെട്ടത് 3 ദിവസമാണ്. മടക്കയാത്ര ടിക്കറ്റില്ലാതെ തീർത്ഥാടകരെ സൗദിയിൽ ഉപേക്ഷിച്ച് ഏജന്റ് നാട്ടിലേക്ക് മുങ്ങിയതോടെ താമസവും ഭക്ഷണവും മടക്കയാത്രയും പ്രതിസന്ധിയിലായിരുന്നു. സുമനസുകളുടെ സഹായത്തോടെ വിമാന ടിക്കറ്റ് എടുത്ത് തീർത്ഥാടകർ ഇന്ന് ദമാം വഴി നാട്ടിലേക്ക് മടങ്ങി. മുഹമ്മദിയ ഹജ്ജ് ഉംറ സർവീസ് ഉടമ കർണാടകയിലെ പുത്തൂർ സ്വദേശി അഷ്റഫ് സഖാഫിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് തീർത്ഥാടകർ. അതിനിടെ പുതിയ ഉംറ ബാച്ച് സംഘടിപ്പിക്കുന്ന തിരക്കിലാണ് സർവീസ് ഏജൻസി. ആര് തീർത്താലും ഇനിയും തീർത്ഥാടകരെ കൊണ്ടുപോകുമെന്ന് വെല്ലുവിളി സ്വരത്തിൽ പറയുന്ന അഷ്റഫ് സഖാഫിയുടെ വോയിസ് മെസ്സേജ് പുറത്തുവന്നു. തീർത്ഥാടകരുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ച് ബന്ധപ്പെട്ട സാമൂഹിക പ്രവർത്തകരോടായിരുന്നു ഇയാളുടെ പ്രതികരണം. നീ എഴുതി വെച്ചോ മോനെ, നീ എഴുതി വെച്ചോ. ജനുവരി 24-നും ജനുവരി 21-നും ഞാൻ ബാച്ച് കൊണ്ടുപോകും. എഴുതി വെച്ചോ. വാർത്തക്കാരെ, ഇതില് വാർത്ത എവിടെ? ഉംറയ്ക്ക് ആളെ കൊണ്ടുപോയി വളരെ ഭംഗിയായി തിരിച്ചു കൊണ്ടുവന്നാക്കി. ഇനിയും അവരെ കൂടെ തന്നെ ഒന്നുകൂടി ഉംറയ്ക്ക് പോകണം എന്ന് പറയുന്ന ഒരാളെ കണ്ടെത്തി വാർത്ത കൊടുക്ക്. മുസ്ലിങ്ങളെ സ്വർഗത്തിൽ എത്തിക്കാനുള്ള പരിശ്രമമാണോ ഇവർ ചെയ്യുന്നത് എന്ന തെറ്റിദ്ധാരണയിലാണ് ഇത്തരം വാർത്തകൾ നിങ്ങൾ ആവർത്തിക്കപ്പെടുന്നത്. മതം വിറ്റ് കാശാക്കാൻ ഇറങ്ങുന്ന ഇവനെ പോലുള്ള തെണ്ടികൾ ഉംറയ്ക്ക് കൊണ്ടുപോകും. അവരുടെ സംഘടനയുടെ ഒരു ആശയം ഉണ്ടാവും, അത് കുത്തിവെക്കും, കാശ് വീങ്ങും. അതിനെ ചോദ്യം ചെയ്താൽ ഇതുപോലെ കിടന്ന് കുരക്കും. ഇങ്ങനെ കുരക്കുന്ന നല്ല ജാതികളെ ഇനിയും വാർത്തെടുക്കുന്നുണ്ടെങ്കിൽ ഇനി മുതൽ പട്ടം കൊടുക്കുന്ന സ്ഥലത്ത് ഫൈസി സഖാഫി എന്നൊക്കെ മാറ്റിയിട്ട് ജർമ്മൻ ഷിപ്പേർഡ്, ബിഗ് ബുള്ള്, റോഡ് വില്ലർ എന്നൊക്കെ പട്ടങ്ങളൊക്കെ കൊടുക്കാം എന്നാണ് മത നേതാക്കളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്.